കണ്ണിൽ കത്തും കാന്തം പോലൊരു വാളുണ്ടേ, കാടിൻ നടുവിൽ കാണാക്കാവിൽ പുലിയുണ്ടേ. കണ്ണിൽ കത്തും കാന്തം പോലൊരു വാളുണ്ടേ, വാളുണ്ടേ, കാടിൻ നടുവിൽ കാണാക്കാവിൽ പുലിയുണ്ടേ. ഒരു മിന്നൽ തുടി കൊട്ടാൻ രക്ഷി വരുമ്പോൾ ഒരു പടവാൾ തലമുനയാൽ തലയറിയാൻ വരുന്നു ഹൈടെക് ഹീറോ ഹീമാൻ. ഞങ്ങളുടെ ഹീമാൻ, ഹീമാൻ, കരുത്തനായൊരു ഹീമാൻ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടാട്ടോ അത്. ഗിരീഷ് പുത്തഞ്ചേരി ദൂരദർശനിൽ പണ്ട് ഹീമാൻ എന്നുള്ള കാർട്ടൂൺ വന്നപ്പോൾ അതിന് ടൈറ്റിൽ സോങ്, ദൂരദർശനിൽ പിന്നെ എന്തായാലും ടൈറ്റിൽ സോങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാക്ഷാൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ലിറിക്സ് ആണത്. അതിങ്ങനെ തലയിൽ കിടക്കണ ഒരു ലിറിക്സ് ആയിരുന്നു. സോ ഞാൻ പറയാൻ പോണത് ഹീമാനെ പറ്റിയാണ്. കാരണം ഹീമാൻ മൂവി വരുവാണ്. നമ്മൾ കുറേ നാളായിട്ട് ഹീമാൻ എന്നുള്ള പേരങ്ങനെ കേൾക്കാറില്ല. കാരണം വേറെ ഒരുപാട് മാൻമാര് വന്നപ്പം മുങ്ങിപ്പോയൊരു മാനാണ് പാവപ്പെട്ട ഹീമാൻ. സൂപ്പർമാൻ വന്നു, സ്പൈഡർമാൻ വന്നു, ബാറ്റ്മാൻ വന്നു, അയൺമാൻ വന്നു. ഈ മാൻമാരുടെ ഇടയിൽ നമ്മുടെ പാവപ്പെട്ട ഹീമാൻ മുങ്ങിപ്പോയി. പക്ഷേ ഹീമാൻ ഇപ്പം വീണ്ടും തിരിച്ച് പൊങ്ങി വരുവാണ്. ആൻഡ് ഹീമാൻ ഇപ്പം എന്തുകൊണ്ട് സ്പെഷ്യൽ ആവണമെന്ന് ചോദിച്ചാൽ ഈ മാസം ജൂൺ 5, 2026 ഈ പടം റിലീസാണ്. സോ ഈ പടത്തിൽ മലയാളം വേർഷൻ വരുന്നുണ്ട്. ആൻഡ് മലയാളം വേർഷനിൽ ഹീമാനെ ഡബ് ചെയ്യണത് ഉണ്ണി മുകുന്ദനാണ്. എനിക്കത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ് ഉണ്ണി മുകുന്ദൻ ഹീമാനെ ഡബ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഹീമാൻ ഒരു ആഡം രാജകുമാരൻ എന്നുള്ളൊരു ഓൾട്ടർ ഈഗോ ഉണ്ടല്ലോ. ആഡം ആണ് ഹീമാൻ, ഹീമാനാണ് ആഡം. അപ്പോൾ ആഡം ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര പാവമാണ്. ഉണ്ണിക്ക് ശരിക്കും അങ്ങനത്തെ ഒരു സൈഡുണ്ട് ഇല്ല. ഉണ്ണി മുകുന്ദൻ ഒരു പാവം പയ്യൻ, ആ ഒരു ഇമേജ് ആൻഡ് ആ ഒരു സൗണ്ടിങ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഹീമാനായിട്ട് ആ റോയ് ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ആ ഒരു സൈഡും ഉണ്ട് ഉണ്ണിക്ക്. ഉണ്ണി പെർഫെക്റ്റ് ആണ്. ഈവൻ ആക്ട് ചെയ്യാൻ വിളിച്ചാലും പെർഫെക്റ്റ് ആണ് ഉണ്ണി ആ ക്യാരക്ടറിൽ. പിന്നെ ഉണ്ണി എനിക്ക് തോന്നണല്ല, ഉണ്ണി ബേസിക്കലി ഒരു വലിയ സൂപ്പർ ഹീറോ ഫാനാണ്. ഉണ്ണിയുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, ടോയ് കളക്ഷൻ ഉണ്ട്. അപ്പം പുള്ളി അത്രയും ഹീമാനെ ആരാധിക്കുന്ന ഒരാളാണ്. സോ പെർഫെക്റ്റ് ആണ് ഹീമാനായിട്ട്. അപ്പം എനിക്ക് ഇത്തവണ സാധാരണ നമ്മളൊരു ഹോളിവുഡ് പടം വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ ഭാഷയിൽ ഇംഗ്ലീഷിൽ കാണണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷെ എനിക്ക് ഇത്തവണ ഇത് മലയാളത്തിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, ഈ ടോയ് കളക്ഷനെ പറ്റി പറഞ്ഞല്ലോ ഉണ്ണി മുകുന്ദൻ്റെ കയ്യിലുള്ള. അപ്പോൾ എല്ലാ സൂപ്പർ ഹീറോസിൻ്റെയും ടോയ്സ് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ സൂപ്പർ ഹീറോസ് ഹിറ്റ് ആകുമ്പോൾ ഈ ടോയ് ഇറങ്ങലൊരു പതിവാണ്. പക്ഷെ ഹ്യൂമാൻ്റെ കേസിൽ മാത്രം കഥ നേരെ തിരിച്ചാണ്. ആ കഥയാണ് ഞാൻ പറയാൻ വന്നത്. എൻ്റെ ആ കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ ടീഷർട്ട് മാറണം. ബിക്കോസ് നമ്മുടെയൊക്കെ കയ്യിൽ നമ്മൾ കളയാതെ വെച്ചിട്ടുള്ളൊരു പഴയ ടീഷർട്ട് ഉണ്ടാവും. ഞാൻ എന്തിനാ പറഞ്ഞത് ഇപ്പം മനസ്സിലാവും. അത് എത്ര പഴയതായാലും നമ്മളത് കളയില്ല, അതിനോട് നമുക്കൊരു സ്പെഷ്യൽ സ്നേഹം ഉണ്ടാവും. സോ അങ്ങനെ ഒരു ടീഷർട്ട് എനിക്കുണ്ട്. ആ ടീഷർട്ട് ഇട്ടിട്ട് ഞാൻ ആ കഥ പറയാമെന്ന് വിചാരിക്കുകയാണ്. സോ ഈ ടീഷർട്ട് ഈ ടീഷർട്ട് കണ്ട, എൻ്റെ ഹീമാനായിരുന്നു. എൻ്റെ ഹീമാൻ ഫുള്ള് മാഞ്ഞുപോയി. ഇത് പണ്ട് മേടിച്ചൊരു ഹീമാനാണ്. ഈ ഹീമാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അത് ഫുള്ള് പോയി. പക്ഷെ ഇത് എന്തറിയില്ല, ഇത് കളയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. സോ ഈ ടീഷർട്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഹീമാന്റെ കഥയാണ് ഞാൻ പറയാന്ന് വിചാരിച്ചത്. ഹീമാന്റെ കഥ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങ് കാലിഫോർണിയയിലാണ്, അമേരിക്കയിൽ. സോ മാറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ടോയ് കമ്പനി ഉണ്ടായിരുന്നു. മാറ്റലാണ് നമ്മുടെ ബാബി ഡോൾസ്, അതുപോലെ ഹോട്ട് വീൽസ്, കാർസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോയ് കമ്പനിയാണ്. വേൾഡിൽ തന്നെ നമ്പർ 1 ടോയ് കമ്പനീസിൽ ഒരെണ്ണമായിരുന്നു മാറ്റൽ. സോ മാറ്റലിനൊരു ഓഫർ വരുവാണ്. സ്റ്റാർ വാർസ് എന്നുള്ള പടം ഭയങ്കര ഹിറ്റ് ആവണം ആ ഒരു ടൈമിൽ. സ്റ്റാർ വാർസ് പടം ഇറങ്ങിയിട്ടില്ല, അതിന് തൊട്ട് മുമ്പ് ഒരു ഓഫർ വരുവാണ്. സ്റ്റാർ വാർസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസ്, അതിൻ്റെ ടോയ് ഉണ്ടാക്കാനുള്ള ഫ്രാഞ്ചൈസ് മാറ്റലിന് തരാമെന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ടൈമിൽ മാറ്റലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള റെയ് വാഗ്നർ ചിന്തിക്കുമ്പോൾ കുട്ടികൾ സ്പേസ് മൂവീസ് കാണാൻ ചാൻസ് കുറവാണ്. കളിപ്പാട്ടം കുട്ടികളെല്ലാം യൂസ് ചെയ്യണം. സോ നമ്മളത് എടുത്തിട്ട് കാര്യമില്ല, കാരണം വലിയ പൈസയൊക്കെ മുടക്കണം. അത് വേണ്ടാന്ന് വെച്ചു. സ്റ്റാർ വാർസ് നമുക്ക് വേണ്ട എന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇവർ അത് വേണ്ടെന്ന് വെക്കുന്നു. പക്ഷേ സ്റ്റാർ വാർസിനെ കെന്നർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോയ് കമ്പനി ഉണ്ട്. അപ്പോൾ കെന്നറിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബേണി ലൂമിസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ബേണി ലൂമിസ് ഇതിൻ്റെ ഈ ഓഫർ ഏറ്റെടുക്കുന്നു. ആൻഡ് സ്റ്റാർ വാർസിന്റെ ടോയ് പടം ഇറങ്ങി ഹിറ്റ് ആവുന്നു, ടോയ് സൂപ്പർ ഹിറ്റ് ആവുന്നു. എല്ലാ കുട്ടികളും സ്റ്റാർ വാർസ് ടോയ് മതി എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുവാണ്. സോ മാറ്റിൽ നോക്കുമ്പോൾ
അവർക്ക് ഏറ്റവും വിഷമം എന്താ വെച്ചാല് ഈ ബൺ ലൂമിസ് എന്നുള്ള ആള്, കെന്നറിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആള് ഇവരുടെ തന്നെ പഴയ സ്റ്റാഫാണ്, മാറ്റലിന്റെ പഴയ സ്റ്റാഫാണ്. അപ്പം റേ വാഗ്നർക്ക് അതൊരു വേറൊരു വിഷമം. നമ്മുടെ ഇവിടുന്ന് പോയ ഒരാളത് മേടിച്ച് അത് സൂപ്പർ ഹിറ്റായി. നമ്മുടെ കയ്യിലാണെങ്കിൽ ആക്ഷൻ ഫിഗർ ഒന്നുമില്ല. ബാബി ഡോൾ ഹിറ്റാണ്, പക്ഷെ ഈവൻ നമ്മുടെ കാർ ഹോട്ട് വീൽസ് ഹിറ്റാണ്, പക്ഷെ ആക്ഷൻ ഫിഗറിൽ ഒന്നുമില്ല ഹിറ്റ്. ഒരു കോമ്പറ്റീഷൻ ഒരു സംഭവം ഇല്ല. അപ്പൊ കോനൻ ദ ബാർബേറിയൻ എന്നുള്ളൊരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. അർണോൾഡ് ഷ്വാസ്നഗർ നായകനായിട്ടുള്ള ഒരു ഭയങ്കര സൂപ്പർ ഹീറോ ഒരു ഫിഗറാണ്. അപ്പൊ അതിന്റെ ടോയ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇവര് അതിന്റെ ലൈസൻസ് ഒക്കെ മേടിക്കുന്നു. പക്ഷെ പിന്നീട് ഇവർക്ക് മനസ്സിലാവണം ആ പടം അത് കുറച്ച് വയലൻസ് ഒക്കെ കൂടുതലുള്ള ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ്. സോ അതിന്റെ റൈറ്റ്സ് മേടിച്ച് ടോയ് ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു വയലന്റ് ക്യാരക്ടറിന്റെ ടോയ് എത്രത്തോളം വിൽക്കാൻ പറ്റും, പാരന്റ്സ് സമ്മതിക്കുമോ, അതിലൊരു മോറൽ ഇഷ്യൂ ഇല്ല എന്നൊക്കെ ഇവർ ചിന്തിക്കുമ്പോൾ ഇവരത് വേണ്ടെന്ന് വെക്കുകയാണ്. ആ ഒരു പിന്നെ ഇവർ ചിന്തിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇവർ ചിന്തിക്കുമ്പോൾ ഇവരുടെ തന്നെ ടീം തീരുമാനിക്കുകയാണ് നമ്മൾ തന്നെ ഒരു ആക്ഷൻ ഫിഗറിനെ ഉണ്ടാക്കും, ഒരു പുതിയ ടോയ് ഉണ്ടാക്കും. അങ്ങനെ ഇവർ എന്തായാലും റിസർച്ച് ചെയ്യാൻ തീരുമാനിക്കണം. അങ്ങനെ സെയിൽസ് ടീം, മാർക്കറ്റിംഗ് ടീം ഇതിന്റെ റിസർച്ചിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആരുടെ അടുത്ത് പോയി റിസർച്ച് ചെയ്യും? 5 വയസ്സുള്ള കുട്ടികൾ, കാരണം അവരാണല്ലോ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം യൂസ് ചെയ്യണം. അപ്പം 5 വയസ്സുള്ള കുട്ടികളിൽ ഇവർ റിസർച്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 5 വയസ്സുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ ഇവർ വിളിച്ച് കുറെ ടോയ്സ് ഒക്കെ കൊടുത്ത് അവർ കളിക്കണൊക്കെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം കുട്ടികൾ എപ്പോഴും ആരുടെയൊക്കെ കൺട്രോളിലാണ്, അല്ലെ വീട്ടിലാണെങ്കിൽ പാരന്റ്സിന്റെ, സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിന്റെ. അപ്പൊ ഈ കുട്ടികൾ എപ്പോഴും കളിക്കുന്ന ടൈമിൽ, ഈ ടോയ്സ് വെച്ച് കളിക്കുന്ന ടൈമിൽ ഇവര് പവർ എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇവർക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ എൻ്റെ അടുത്താണ് പവർ, ഈ ടോയ്ക്കാണ് പവർ. അങ്ങനെ ഇവര് പവർ എന്നുള്ള സംഭവം കുറെ യൂസ് ചെയ്യാനായിട്ട് ഇവർക്ക് മനസ്സിലായി. അപ്പൊ ഇവര് വിചാരിച്ചു എന്നാൽ പിന്നെ പവർ എന്നുള്ള തീമിലാവാം നമ്മുടെ കളിപ്പാട്ടം. പവർ എന്നുള്ള തീമിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ ഇവര് ചിന്തിക്കുമ്പോൾ പോലീസ് ഉണ്ട്, പട്ടാളമുണ്ട്, പിന്നെ ഈ പറയുന്ന ഒരു ബാർബേറിയൻ ടൈപ്പ് ഓഫ് വാളും പരിചയമൊക്കെയുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കാം. അങ്ങനെ ഇവര് ഈ തീമിൽ കളിപ്പാട്ടം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മെറ്റലിന്റെ ഡിസൈനർ ആയിട്ടുള്ള റോജർ സ്വീറ്റ് എന്നുള്ള ഒരാളുണ്ട്. മൂപ്പര് ഇതേ ടൈമിൽ പാരലലി ഈ മാർക്കറ്റിംഗ് ടീം റിസർച്ച് നടത്താൻ അതേ ടൈമിൽ മൂപ്പര് പാരലലി ഒരു കുറെ ക്യാരക്ടേഴ്സിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്പനിയുടെ ഈ ഒരു അവസ്ഥയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂപ്പര് എങ്ങനെയാ വെച്ചാല് റോജർ സ്വീറ്റ് ഭയങ്കര ഈ എന്താ പറയാ 6 പാക്ക് ഒക്കെ അന്തകാലത്ത് 1980s പുള്ളിക്ക് ബോഡി ബിൽഡിങ്ങിൽ താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനത്തെ അഡ്വർടൈസ്മെന്റ്സും അങ്ങനത്തെ വീഡിയോസും അങ്ങനത്തെ ആളുകളെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ മൂപ്പര് സ്ഥിരം കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റിൽ എന്തോ ഹീമാൻ അങ്ങനെ എന്തോ ഒരു വാക്ക് പുള്ളി കണ്ടിട്ടുണ്ട്. ഇനി പുള്ളിയാണ് ഈ ഹീമാൻ എന്നുള്ള ടേമുമായിട്ട് വരുന്നത്. പുള്ളി തന്നെ ഒരു സാധാരണ കാണുന്ന കളിപ്പാട്ടങ്ങളെക്കാൾ സൈസ് കൂടിയ ടൈപ്പ് ഓഫ്, ഇപ്പൊ സാധാരണ ഒരു കളിപ്പാട്ടം ഇത്രയാണെങ്കിൽ പുള്ളി ഇത്രയുള്ള രീതിയിൽ പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്തു, ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള. കാരണം പുള്ളിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ബോഡിയും അങ്ങനത്തെ ഇതും. അങ്ങനെ മൂപ്പര് അത് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മൂപ്പര് 3 സംഭവങ്ങൾ ഡിസൈൻ ചെയ്തു. ഒന്ന് പുള്ളി തന്നെ പേരിട്ട ഹീമാൻ എന്നുള്ള ആ ഒരു മസ്കുലർ നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ഒരു ഹീമാനെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ആ ഹീമാന് കയ്യിലൊരു ബാറ്റിൽ ആക്സ് ആണ്, അന്ന് വാളില്ല കയ്യിൽ, ബാറ്റിൽ ആക്സ് ആണ്. പിന്നെ പുള്ളി ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടോടൈപ്പാണ് ഒരു ടാങ്ക് വെച്ചിട്ട്, ടാങ്ക് തലയായിട്ടില്ല, ടാങ്ക് മാൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, ടാങ്ക് ആള് ഇതുപോലെ ബിൽട്ടാണ്, പക്ഷെ തല ഒരു ടാങ്കാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പേസ് റോക്കറ്റിന്റെ പോലത്തെ ഒരു തലയുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് പ്രോട്ടോടൈപ്സ് പുള്ളി ഉണ്ടാക്കിയിട്ട് ഈ റേ വാഗ്നർ, നമ്മുടെ മാറ്റലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള റേ വാഗ്നറുടെ അടുത്ത് ഇത് പ്രസന്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവർ ഫുൾ ടീമിന്റെ മുമ്പിൽ, കാരണം പവറാണ് തീമും, അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ റേ വാഗ്നർ ഈ 3 പ്രോട്ടോടൈപ്പ് ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു ദേ ഹാവ് ദ പവർ. പുള്ളി അങ്ങനെ ജസ്റ്റ് പറഞ്ഞു ദേ ഹാവ് ദ പവർ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഇതിൽ തന്നെ ഈ ഹീമാൻ എന്നുള്ള ക്യാരക്ടറിനെ ഇവർ ഫിക്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതൽ സ്കെച്ച് ചെയ്തതിനെ കുറച്ചുകൂടെ വിപുലമാക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുകയാണ്. അവിടെ മാർക്ക് ടൈലർ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ആണുള്ളത്. മൂപ്പരുടെ അടുത്തേക്കാണ് ഇത് വിടുക. മൂപ്പര് ഡിസൈൻ ചെയ്ത് നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ സ്ട്രാറ്റോസ്, ടീല, മാനറ്റാംസ്, പിന്നെ ആരാ സോഡാക്, ബീസ്മാൻ, അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പുള്ളി സ്കെച്ച് ചെയ്തുണ്ടാക്കുന്നു. ഗ്രേസ്കൾ എന്നുള്ള പേര് ആ കോട്ട ഉണ്ടാക്കുന്നു. പിന്നീട് മൂപ്പര് തന്നെ ഡിസൈൻ ചെയ്ത അൾട്ടിമേറ്റ് വില്ലൻ സ്കെലറ്റർ. കാരണം മൂപ്പര് പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എവിടെയോ ഈ പറയുന്ന ഒരു സർക്കസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു എക്സിബിഷന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു മുറി, ഒരു സ്കെയറി റൂം ഉണ്ട്. അതിനകത്ത് കയറുമ്പോൾ
പെട്ടെന്നൊരു അസ്ഥികൂടം മുമ്പിലേക്ക് വരും. അത് കണ്ട് കുട്ടിക്കാലത്ത് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ പുള്ളി ആ അസ്ഥികൂടത്തെ വില്ലനാക്കിയിട്ടുണ്ടാണ്. കുട്ടിക്കാലത്ത് പുള്ളിയെ പേടിപ്പിച്ച അതേ ക്യാരക്ടറിനെ ഈ ഒരു, കാരണം ഒരു കളിപ്പാട്ടം ലോഞ്ച് ചെയ്യുമ്പോൾ ആ കളിപ്പാട്ടത്തിന് കൂടെ ഒരു സീരീസ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ബാബി ഡോൾസ് ഒക്കെ അങ്ങനെയായിരുന്നല്ലോ, സെറ്റായിട്ട് അവർ, കാർസ് ആണെങ്കിലും പല ടൈപ്പ് കാർസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു സെറ്റ് കളിപ്പാട്ടമായിട്ടാണ് ആ ഒരു കോട്ട, കുറേ ക്യാരക്ടേഴ്സ്, അപ്പോൾ അത് വെച്ചിട്ടാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഡിസൈൻ ചെയ്യാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ ക്യാരക്ടേഴ്സിനെ സ്കെച്ച് ചെയ്തുണ്ടാക്കുവാണ്. പിന്നെ മാർക്കറ്റിങ്ങിന്റെ പരിപാടിയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇതിനെ കൊണ്ട് വിൽക്കണമല്ലോ. അപ്പോൾ ഇവർ ലാസ്റ്റ് റൗണ്ടിൽ ഇതിനെ എന്ത് പേരിട്ടിട്ട് നമ്മൾ ഈ കളക്ഷൻ ഓഫ് ടോയ്സിനെ വിൽക്കും. അങ്ങനെ ഇവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേരാണ് ഹീമാൻ ലോഡ്സ് ഓഫ് പവർ. ലോഡ്സ് ഓഫ് പവർ എന്നുള്ള പേരിൽ ഒരു കളക്ഷൻ വിൽക്കാൻ തീരുമാനിക്കണം. അങ്ങനെ പിറ്റേ ദിവസം എന്തോ ഇവർ കൊണ്ടുപോയി കളിപ്പാട്ട കമ്പനി, ഐ മീൻ ടോയ് സ്റ്റോഴ്സിനെ മീറ്റ് ചെയ്യാന്നുള്ള ആ അവസ്ഥയിൽ ഇരിക്കുന്ന ടൈമിൽ ഒരാൾ പറയാണ് ഈ പേര് പറ്റില്ല, കാരണം ഇത് ഭയങ്കര റിലീജിയസ് ആണ്. ലോഡ്സ് ഓഫ് പവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൈവം, ഒരു റിലീജിയസ് പേര് പോലെ ഫീൽ ചെയ്യുകയാണ്, ഇത് മാറ്റണം എന്ന് പറയുന്നു. അങ്ങനെ അവസാന നിമിഷം ഒരു വഴിയില്ലാതെ ഇവർ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നുള്ള പേരിലേക്ക് എത്തുവാണ്. ഈ രസം എന്താ വെച്ചാൽ ഈ പേര് വേറെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഈ പേര്. ഇതൊരു ഭയങ്കര നീളം കൂടിയ പേരാ, ഇതെന്ത് പേരാ. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ഇവർക്ക് ഹറിബറി ഇത് കൊടുക്കണം, സാമ്പിൾ കൊണ്ട് കാണിക്കണം. അപ്പോൾ ഇവർ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്ത് ഇവർ ആ പേരിൽ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്യണത് ചൈൽഡ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ടോയ് സ്റ്റോർ, എന്തോ വലിയ സെക്കൻഡ് ബെസ്റ്റ് ഇവരുടെ ക്ലൈന്റ് അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അവരുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഈ കളിപ്പാട്ടം കാണുമ്പോൾ ചോദിക്കുന്നു, ഇത് നിങ്ങൾ ഇപ്പോൾ ഒരു കളിപ്പാട്ടം ഹിറ്റ് ആവണമെങ്കിൽ ആ കളിപ്പാട്ടത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി വേണം, അതിനെപ്പറ്റി കുട്ടികൾക്ക് അറിവുണ്ടാവണം, അപ്പോഴാണ് അവർ കളിപ്പാട്ടം മേടിച്ച് കളിക്കുക. ഇതിനെപ്പറ്റി ഇപ്പം എന്താ, ആർക്കും ഒന്നും അറിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഇവരുടെ കൂടെയുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മനുഷ്യൻ പെട്ടെന്ന് മൂപ്പർക്ക് ഐഡിയ വരികയാണ്. മൂപ്പര് പറയുകയാണ്, ആക്ച്വലി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു കോമിക്സും കൂടെ വെക്കാനുണ്ട്, ആ കോമിക്സിൽ ഇതിൻ്റെ കഥ ഉണ്ടാവും, ഈ കളിപ്പാട്ടത്തിൻ്റെ കൂടെ ഒരു കോമിക്സ് ഉണ്ടാവും, അപ്പോൾ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഐഡിയ കിട്ടും. അപ്പോൾ അവർ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഇവർ ചെല്ലുന്ന ഇവർ തന്നെ പിന്നീട് കോമിക്സ് ഉണ്ടാക്കുകയാണ്. അന്ന് ഇതുപോലെ ഹീമാൻ രാജകുമാരനൊന്നുമല്ല, അതിൽ ജസ്റ്റ് ഒരു ബാബേറിയൻ ട്രൈബിലുള്ള ഒരാളാണ്, ആ നാട് എറ്റേണിയ എന്നുള്ളൊരു നാട്, ആ നാടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സൂപ്പർ ഹീറോ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇവർ ഉണ്ടാക്കുക, ഈ കഥ ഉണ്ടാക്കുന്നത്. പിന്നീട് ഇവർ ടോയ്സ് ആർ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറുണ്ട് ഇവരുടെ പ്രൈമറി കസ്റ്റമർ ആയിട്ടുള്ള. അപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുവാണ് ഈ കളക്ഷനുമായിട്ട്. അപ്പോൾ അവരും സെയിം കാര്യം ചോദിക്കുന്നു, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എന്ത് പേരിലായിരിക്കും, കുട്ടികൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ കൂടെ കോമിക്സ് ഇറക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ 5 വയസ്സുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ പ്രൈമറി ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മെയിൻ കസ്റ്റമറായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഏജ് കാറ്റഗറി അതാണ്, പക്ഷെ ആ ഏജ് കാറ്റഗറിയിലുള്ള ഒരു കോമിക്സ് വായിക്കൂ, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളല്ലേ കോമിക്സ് വായിക്കുക, അപ്പോൾ അവർക്ക് എങ്ങനെ ഇത് മനസ്സിലാവും എന്ന് ചോദിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഇതുപോലെ ഒരു ഐഡിയ വരുവാണ്, അല്ല ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ചെറിയൊരു റീൽ ഉണ്ടാക്കുന്നുണ്ട്, അതും നമ്മൾ ടെലികാസ്റ്റ് ഉദ്ദേശിക്കേണ്ടത്, അങ്ങനെ എന്തോ പറയാണ്. എനിവേസ് ഇവർ നേരെ ഫിലിമേഷൻ എന്നുള്ള കമ്പനിയെ അപ്രോച്ച് ചെയ്യുന്നു. ഫിലിമേഷനാണ് അന്ന് അവരുടെ അനിമേഷൻസ് ആണെന്ന് ടി വിയിൽ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫിലിമേഷൻ എന്നുള്ള കമ്പനിയുടെ ലൂ ഷെയ്മർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഓണറായിട്ടുള്ള ആളെ പോയി മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇതാണ് ഇതിൻ്റെ ക്യാരക്ടർ, അപ്പം നമുക്കൊരു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വേണം, ഒരു സ്റ്റോറി ബോർഡ് വേണം, ഒരു കാർട്ടൂൺ വേണം എന്ന് പറഞ്ഞിട്ട് വരുവാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ലൂ ഷെയ്മർ ഇവരെ വിളിക്കുകയാണ്. എന്നിട്ടൊരു ഞങ്ങളൊരു അനിമേഷൻ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുമെന്ന് പറയുന്നു. ഇവർ ചെന്ന് കാണുമ്പോൾ ഇവർ ഞെട്ടുവാണ്. ബിക്കോസ് ഇവർ ജസ്റ്റ് പെട്ടെന്നുണ്ടായ കുറേ തോട്ടിലുണ്ടാക്കി വെച്ചൊരു ക്യാരക്ടർ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു. ഇവർ നോക്കുമ്പോൾ ഫുള്ള് വേറെ ലെവലിൽ ഹീമാൻ, അതിനൊരു കഥ, രാജകുമാരനായിരുന്നു, പുള്ളിക്ക് വാളെടുത്തിട്ട് ഇങ്ങനെ പറയും ഐ ഹാവ് ദ പവർ എന്ന് പറയുമ്പോൾ പുള്ളി ഹീമാനായി മാറുന്നു. പുള്ളിക്ക് കുറേ ക്യാരക്ടേഴ്സ്, പുള്ളിയുടെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ക്യാരക്ടേഴ്സ്. പിന്നെ ഇതിനെ ഭയങ്കര ഫണ്ണിയാക്കി പാക്ക് ചെയ്തു. ഇവർ ബാർബറിയൻ ടൈപ്പ് ഓഫ് ഒരു സംഭവമാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇത് ഭയങ്കര ഫണ്ണിയാണ്. പ്ലസ് അഡീഷണലി ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാ എപ്പിസോഡിനെയും തീരുമ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ലൂ ഷെയ്മറുടെ അടുത്ത് പറയാണ് ഇത് സൂപ്പർ ഹിറ്റ് ആവും ഉറപ്പാണെന്ന് പറയുമ്പോൾ പുള്ളിയും പറയണു ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയുന്നു. അങ്ങനെ ഇവരിത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആവുമെന്ന് വിചാരിച്ച സാധനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവണം, അവർക്ക് ഭയങ്കര ലാഭം ഉണ്ടാവണം.
ആനിമേഷൻ ഹിറ്റ് ആവുന്നു. സ്കൂൾ കുട്ടികൾ മൊത്തം ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ. ഈവൻ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ടീഷർട്ട്സ്, പിന്നെ ഫ്രാഞ്ചൈസ് പോവുകയാണെങ്കിൽ ചെരുപ്പ്, ബാഗ്, കോട, എല്ലാ സംഭവവും സൂപ്പർ ഹിറ്റാണ്. അങ്ങനെ മാറ്റൽ എന്നുള്ള കമ്പനിക്ക് ഏറ്റവും റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്യാരക്ടറായി മാറുകയാണ് ഹീമാൻ. 1983 ഫസ്റ്റ് ടി വിയിൽ വരണത്. ആ 1983 നമ്മളിവിടെ വേൾഡ് കപ്പ് ബുക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ടി വി മേടിച്ചതും കാണാൻ തുടങ്ങിയതൊക്കെ എനിക്ക് തോന്നുന്നു 1983 വേൾഡ് കപ്പ് ടൈമിലാവാനാണ് ചാൻസ്. ആ ടൈമിലായിരിക്കും നമ്മൾ സിനിമയെ കണ്ടു വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സോ എനിവേസ് ആ ഒരു വർഷമാണ് ഈ ഹീമാനും ഹിറ്റാവുന്നത്. ആൻഡ് 1983 മാരുതി 800 കാർ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. അങ്ങനെ 1983 ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഈവൻ നമ്മുടെ താജ്മഹലും അജന്ത എല്ലോറ കേവ്സൊക്കെ യുനെസ്കോ പൈതൃക പട്ടികയിൽ വരുന്നതും ഇതേ 1983. അങ്ങനെ ആ വർഷം നമുക്കും നല്ലതായിരുന്നു, അവർക്കും നല്ലതായിരുന്നു. ഏറ്റവും നല്ലൊരു ക്യാരക്ടറിനെ, ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ഉണ്ടായ വർഷമാണ്, അത് ഹിറ്റായ വർഷമാണ് 1983, ഹീമാൻ്റെ വർഷം. ഹീമാൻ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഫിൽമേഷൻ്റെ ഹീമാൻ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡും ഉണ്ട്. ഇനി ഹീമാൻ ഒരു പെങ്ങളുണ്ട്, അതിനൊരു കഥയുണ്ട്. ആ പെങ്ങളുടെ പേര് ഷീറ എന്നാണ്. ഷീറ. ഹീമാൻ ആണെങ്കിൽ ഷീറ ആണ് പെങ്ങളുടെ കയ്യിലും ഇതുപോലൊരു വാളുണ്ട്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തിയുള്ള വാളുണ്ട്. ആൻഡ് പുള്ളിക്കാരത്തി സൂപ്പർ ഹീറോ ആയി മാറുന്നതാണ് ഷീറ. ട്വിൻ സിസ്റ്ററാണ് ഹീമാൻ. അതിനൊരു കഥ വേറെ ഉണ്ട്, അത് പിന്നെ പറയാം. എനിവേസ്, അപ്പോൾ പടം ഹിറ്റാവട്ടെ. ആൻഡ് ഹീമാൻ കാർട്ടൂൺസ് അല്ലെങ്കിൽ ഹീമാൻ്റെ വേറെ ടൈപ്പ് ഓഫ് ഹീമാൻ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ തന്നെ 2-3 ടൈപ്പ് ഹീമാൻ കഥകൾ, ആനിമേഷൻ സീരീസ് ഉണ്ട്. 3D ആനിമേഷൻ ആയിട്ട് നല്ല രസമുള്ള കുറേ സീരീസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ. എനിവേസ്, എനിക്ക് ഉണ്ണിമൂന്നൻ്റെ ഇഷ്ടമുള്ള വേറൊരു കാര്യം കൂടെ പറയാം. ഉണ്ണിമൂന്നൻ ഡബ് ചെയ്യണ ഹീമാൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നാനുള്ളൊരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി മാർക്കറ്റ് ചെയ്യും നന്നായിട്ട്. ഉണ്ണി എന്ത് വർക്ക് ചെയ്താലും ഉണ്ണി അതിനെപ്പറ്റി ഒരുപാട് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യും, അതിനെപ്പറ്റി പറയും. അത് ചുമ്മാ എന്താ പറയുക, കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയില്ല, പാഷനേറ്റ് ആയിട്ടാണ്. ഇപ്പം ഞാൻ ആലോചിക്കും, നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റൊക്കെ എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ, ഓക്കെ അത് ആരെങ്കിലും കണ്ടുവാണെങ്കിൽ കണ്ടോട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷെ ഉണ്ണി അങ്ങനെയല്ല. ഉണ്ണി ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ, ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവരും കാണണം എന്നുള്ള ഒരു ഫുൾ പവറിലാണ് പുള്ളി എപ്പോഴും അപ്രോച്ച് ചെയ്യുക ആ മാർക്കറ്റിംഗ് ഇതിനെ. അപ്പം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എപ്പോഴും എനിക്ക് കാണാം, ഉണ്ണിയുടെ പോസ്റ്റുകൾ കാണാം, വീഡിയോസ് കാണാം, ആ പാഷൻ കാണാം. ഈ ഇതിൽ ഹീമാൻ കാണണം, ഈ സിനിമ എൻ്റെ സൗണ്ടിലുണ്ട്, അത് കാണണം, നിങ്ങൾ കാണണം എന്നുള്ള ആ ഒരു പാഷൻ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ പാഷൻ ഞാൻ കടമെടുത്തിട്ട് പറയാണ്, ഈ ചാനലിൽ ഇനി ഇതുപോലത്തെ ഒരുപാട് കഥകൾ വരും. ബേസിക്കലി എനിക്കിഷ്ടമുള്ള, ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് എന്താണോ ഇപ്പം ഇഷ്ടം, ഇപ്പം എൻ്റെ തലയിൽ എന്താണോ ഉള്ളത്, അപ്പം ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യും. നല്ല രസമായിട്ട് കഥ തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പറയാറുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പറയാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് യൂട്യൂബിലിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കഥകൾ നിങ്ങൾ കാണണം എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ എന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പം AGOG സ്റ്റോറീസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.